Hi friends, welcome to our channel. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള 5 പ്രോഡക്ട്സിന്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. മസ്റ്റ് ബൈ ആയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലേഡീസിന് സ്കിൻ കെയർ ചെയ്യുന്നവരുണ്ടെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയാൽ പോലും 5 പ്രോഡക്ട്സിന്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ ഇത് മസ്റ്റ് ആയിട്ടും എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒത്തിരി യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തത്. ഇതിൽ റീപർച്ചേസ് ചെയ്ത പ്രോഡക്ട്സ് വരെ ഉണ്ട് കേട്ടോ. രണ്ടാമത് ഞാൻ റീപർച്ചേസ് ചെയ്തതുകൊണ്ട്, കാരണം അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള 5 പ്രോഡക്ട്സിന്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിലാണ് പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്, എനിക്ക് എപ്പോഴും എൻക്വയറി വരാനുണ്ട്. നമ്മൾ ഇങ്ങനെ സ്കിൻ കെയർ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിക്കുന്ന ഒരു റോസ് വാട്ടർ ആണ്. ഇതിന്റെ സെക്കൻഡ് പർച്ചേസ് ആണ് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇപ്പൊ ഇത് അവൈലബിൾ അല്ല, പക്ഷെ എന്തായാലും ഞാൻ ലിങ്ക് ഞാൻ താഴത്ത് നോക്കി കണ്ടുപിടിച്ച് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ വരുമ്പോൾ വിഷ് ലിസ്റ്റിൽ ഇട്ടിട്ട് ഇൻ സ്റ്റോക്ക് ആകുമ്പോൾ ഓർഡർ ചെയ്താൽ മതിയാവും കേട്ടോ. ഇത് ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിട്ടുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു റോസ് വാട്ടറിന്റെ ടോണറാണ്. ടോണറായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഫേസ് പാക്ക് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാം. അതിനൊക്കെ പറ്റിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് റോസ് വാട്ടർ മാത്രമല്ല, ഇതിനകത്ത് മിന്റ് ഉണ്ട്, അതുപോലെ തന്നെ അലോവേരയുടെ എക്സ്ട്രാക്ട് ഉണ്ട്. അതായത് നമ്മുടെ മിന്റിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്, അതായത് പുതിനയിലയുടെ എക്സ്ട്രാക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ അലോവേരയുടെ എക്സ്ട്രാക്റ്റും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ടോണറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സ്കിൻ കെയറിന് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഇത്രയും വലിയ ഹ്യൂജ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. 500 ml ഉണ്ട്. ഈ 500 ml പ്രോഡക്ട്സിനാണ് 150 രൂപയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ഇത് ഓഫറിലൊക്കെ കാണും. എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങിച്ചത് 120 രൂപയ്ക്കോ മറ്റോ ആണ്. അപ്പൊ ഇത് ഭയങ്കര വർത്തായിട്ടുള്ള ഒരു സംഭവമാണ്. നോക്കൂ, ഇതിന്റെ സെക്കൻഡ് പർച്ചേസ് ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ തീരാറായി. ഇത് ഇൻസ്റ്റോക്ക് ആകുമ്പോൾ വേണം എനിക്ക് വീണ്ടും റീപർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ വാങ്ങിച്ചിട്ടുള്ള രണ്ടാമത്തെ ബോട്ടിലാണ് കേട്ടോ. ഇതിന്റെ എന്തായാലും ഞാൻ ലിങ്ക് ഞാൻ താഴെ വെച്ചേക്കാം കേട്ടോ. കാരണം അത്ര മസ്റ്റ് ബൈ ആയിട്ട് ഞാൻ വാങ്ങാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പാർക്കും യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇന്നൊരു സ്കിൻ ടൈപ്പ് എന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇത് എല്ലാ സ്കിൻ ടൈപ്പാർക്കും യൂസ് ചെയ്യാം. എസ്പെഷ്യലി റോസ് വാട്ടർ നോർമൽ സ്കിന്നുകാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ടോണറായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മിന്റിന്റെ എക്സ്ട്രാക്റ്റും കൂടെ വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു പിമ്പിൾസിനെ പ്രിവെന്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ ഇത് ടോണറായിട്ടല്ല യൂസ് ചെയ്യുന്നത്. ഞാൻ കൂടുതൽ ഇത് സ്കിൻ കെയർ ബേസിൽ മിക്സ് ചെയ്യാനും ക്രീം ഉണ്ടാക്കാനും അതുപോലെ തന്നെ ടോണർ ഉണ്ടാക്കാനും ഒക്കെ ഞാൻ ഒത്തിരി സിറം ഉണ്ടാക്കാനൊക്കെ ഒത്തിരി തവണ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ഈ അടുത്തായിട്ട് വാങ്ങിച്ചിട്ടുള്ള മിക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബൗളും അതിന്റെ സെറ്റുമാണ് കേട്ടോ. അപ്പൊ ഇത് വന്ന സെറ്റിന്റെ കവറാണ്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് പറയാം. ഒന്ന് നമ്മുടെ സിലിക്കോൺ ബ്രഷ് ആണ്. നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബ്രഷ്, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബ്രഷ്. ഞാൻ ഒരിക്കൽ ആമസോണിൽ 170 രൂപയും മറ്റോ കൊടുത്തു ഇതുപോലെ ഒരു സിലിക്കോൺ ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചത് ഇങ്ങനെ ഇളകി പോരുന്നുണ്ടായിരുന്നു. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഇളകി പോകുന്നതുകൊണ്ട് നമുക്ക് അത്ര സ്റ്റഡി ആയിട്ട് ഉണ്ടാവില്ല. നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇളകി പോവാം. പക്ഷെ ഇത് ഭയങ്കര സ്റ്റഡി ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രഷാണ് കേട്ടോ. ഇത് ആ സെറ്റിലെ ഒന്നാമത്തെ പ്രോഡക്റ്റ്സ് ആണ്. ഫസ്റ്റ് വന്ന് അതാണ്. രണ്ടാമത് നമുക്ക് കിട്ടുന്നത് ഫേസ് പാക്ക് നമുക്ക് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള സ്പൂണാണ്. ഇപ്പൊ നമുക്ക് ബോഡി പാക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പറ്റിയിട്ടുള്ള വലിയ സ്കൂപ്പാണ്. ബോഡി പാക്കിനാണെങ്കിൽ നമുക്ക് ഈ ഒരു 2 സ്പൂൺ തന്നെ മതിയാവും. അതുപോലെ തന്നെ ബാത്ത് പൗഡർ ആയിട്ടാണെങ്കിൽ നമുക്ക് ഈ 2 സ്പൂൺ മതിയാവും. അതുപോലെ തന്നെ നമ്മൾ ചില പൗഡർ ഭയങ്കര ഫൈൻ ആയിട്ടുള്ള പൗഡർ ആണെങ്കിൽ ഇതിൽ ഒരു ചെറിയ ടീസ്പൂൺ തന്നെ മതിയാവും. പിന്നെ അല്ലാത്ത പൗഡർ ആണെങ്കിൽ ഈ ഒരു ടീസ്പൂൺ എടുത്താൽ മതിയാവും. അങ്ങനെ 3 അളവിലുള്ള സ്പൂണിന്റെ ഒരു സെറ്റാണ് നെക്സ്റ്റ് ഇതിന്റെ കൂട്ടത്തിലുള്ളത്. ഇതും ഭയങ്കര കൺവീനിയന്റ് ആണ്. അപ്പൊ ഈ ഒരു സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട, ഇത് തന്നെ മതിയാവും. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പൊ അത് നിങ്ങളെ ആ ഒരു ഇതിനനുസരിച്ചിട്ട് വാങ്ങിയാൽ മതിയാവും കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പൊ നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇത് ട്രൈ ചെയ്യൂ കേട്ടോ. ഇതിങ്ങനെ 3 എണ്ണം ഇതെല്ലാം കൂടെ വരുന്ന സെറ്റായിട്ട് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം വരുന്നില്ല. നെക്സ്റ്റ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ഇതിനകത്തുണ്ടായിരുന്ന 3 ഷീറ്റ് മാസ്കിന്റെ ബേസ് ആണ് കേട്ടോ. ഇതുപോലെ ടാബ്ലറ്റ് രൂപത്തിലാണ് വരുന്നത്. നമ്മൾ ഷീറ്റ് മാസ്കിന്റെ ബേസ് തയ്യാറാക്കിയിട്ട് ഷീറ്റ് മാസ്ക് ആണ് വരുന്നത്. അപ്പൊ ഇതാണ് അതിനേക്ക് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ ഇതിങ്ങനെ വീർത്തിട്ട് വരുമ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 3 എണ്ണമാണ്, 3 സെറ്റാണ് കിട്ടുന്നത്. ഓൾറെഡി ഇതിന്റെ അല്ലാത്തത് എന്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പൊ ഇതിങ്ങനത്തെ 3 എണ്ണമാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഫേസ് പാക്ക് മിക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബൗള്. ഈ ഒരു ബൗളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ഇങ്ങനെ പിടിക്കാനായിട്ടുള്ള ചെറിയൊരു ഒരു ഹാൻഡിൽ പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഫേസ് പാക്ക് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് സ്റ്റഡി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ഒരു
ഒരു എന്താ പറയുക ഒരു സ്റ്റഡി ആയിട്ടുള്ള സംഭവം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ എവിടെ വെച്ചാലും നല്ല സ്റ്റഡി ആയിട്ട് തന്നെ അത് ഇരിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള പാക്ക് എടുത്ത് മിക്സ് ചെയ്യാം. അപ്പൊ ഇത് ഇത്രയും സാധനങ്ങളും കൂടി 199 മറ്റോ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ ഇത് ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. കാരണം ഈ ഒരു ബ്രഷിന് മാത്രം നമ്മൾ നോക്കുമ്പോൾ കൊടുക്കുന്ന 170 സംതിങ്. പിന്നെ ഈ ഒരു ഷീറ്റ് മാസ്കിന്റെ ബേസ്, അതുപോലെ തന്നെ 3 സ്പൂണ്, പിന്നെ വന്നിട്ട് എന്താണ് നമ്മുടെ ഈ ഒരു ബൗള്, ഇതെല്ലാം കൂടിയിട്ടാണ് നമുക്കൊരു 199 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. ഇതും മസ്റ്റ് ബൈ ആയിട്ട് നമ്മുടെ എന്തായാലും സ്കിൻ കെയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ബൈ ആയിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. എന്തായാലും അതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഞാൻ നെക്സ്റ്റ് കാണിക്കാനായിട്ട് പോകുന്നത്, ഞാൻ ഓൾറെഡി ഇത് ഏതൊക്കെയോ ഹോൾ വീഡിയോസിനകത്ത് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ളവർക്ക്, ഒത്തിരി പേർക്ക് എല്ലാ സ്കിൻ ടൈപ്പാർക്കും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉണ്ടാവും. പക്ഷെ ചില സ്കിൻ ടൈപ്പാർക്ക് അത്ര അറിയത്തില്ല. ചില സ്കിൻ ടൈപ്പാർക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിന് ഇറിറ്റേറ്റ് ആവുന്ന രീതിയിൽ നമ്മുടെ നോസിന് ചുറ്റും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നെറ്റിയുടെ ഇവിടെ, ചിന്നിന്റെ ഇവിടെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറ്. മൂക്കിലാണെങ്കിൽ എനിക്ക് കൂടുതലും ബ്ലാക്ക് ഹെഡ്സ് ആണ് ഉണ്ടാവുക, വൈറ്റ് ഹെഡ്സ് കുറവാണ്. പക്ഷെ ഈ ഒരു ഭാഗത്ത് എനിക്ക് വൈറ്റ് ഹെഡ്സ് ആണ് ഉണ്ടാവാറുള്ളത് കേട്ടോ. അപ്പൊ ഞാൻ കുറെ നാളായിട്ട് ഈ ഹിപ്പ് ഹോപ്പിന്റെ ഒരു ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന്റെ ഓൾറെഡി ഞാൻ ഏതോ വീഡിയോക്കകത്ത് കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ ഇത് ഭയങ്കര നല്ലൊരു സാധനമാണ്. എനിക്ക് ഇതിന്റെ ഓർമ്മ, ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. 6 പ്രോഡക്ട്സ് വരുന്ന ഒരെണ്ണത്തിന് ഒരു സെറ്റിന് 210 അത്രയുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ നമ്മൾ ഈ കാണിച്ചിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും എപ്പോഴും ഓഫറിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലും കുറഞ്ഞ റേറ്റിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. പിന്നെ കൂടിയും കുറഞ്ഞ് നിൽക്കും. കുറഞ്ഞ റേറ്റ് വരുന്ന സമയം നോക്കി നിങ്ങൾ ഓർഡർ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പൊ ഇത് നോ സ്ട്രിപ്പ് മാത്രമാണ്. ഇത് ക്ലെൻസിങ് ചാർക്കോൾ നോ സ്ട്രിപ്പ് ആണ്. ഭയങ്കരമായിട്ട് നമുക്ക് നോസിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമ്മൾ പീൽ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ആയി കിട്ടും കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. ഇത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് ഇത്. അപ്പൊ ഇത് വീക്കിലി 2 പ്രാവശ്യം വെച്ച് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ കുറേ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സിനെ ഒരു 90% വരെ നമുക്ക് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും. ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ ഞാൻ പറയാം കേട്ടോ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഞാൻ ഇത്രയും നാൾ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇത് തന്നെ എടുത്ത് ഇവിടെ ഒട്ടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. പക്ഷെ ഇവിടെ വർക്കാവില്ല. കാരണം നമ്മുടെ ഈ ഒരു ഷേപ്പ് അല്ലല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയേക്കുന്നത് ഇവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഷേപ്പിനാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കുമ്പോഴാണ് അവർക്ക് ഹിപ്പ് ഹോപ്പിന്റെ തന്നെ ചാർക്കോള് നോസ് ആൻഡ് ചിൻ സ്ട്രിപ്പ് ആയിട്ടുള്ളത്. അതായത് നമുക്ക് ഫോർ ഹെഡിലും ഉണ്ട്, നോസിലും ഉണ്ട്, ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ 3 സ്ഥലത്ത് ഒട്ടിക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു സെറ്റോടെ ഉള്ളത് ഞാൻ അവർക്കുള്ളത് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് നല്ലതാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് അടിപൊളിയായിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഞാൻ 2 സെറ്റാണ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഒരു സെറ്റിനകത്ത് മൊത്തത്തിൽ 6 സ്ട്രിപ്പാണ് വരുന്നത്. അതായത് 3 വീതം. ഒറ്റ പാക്കറ്റിനകത്ത് 3 ഉണ്ട്. അതായത് 3 ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെറ്റിയിൽ ഒട്ടിക്കുന്നത്, മൂക്കിലും അതുപോലെ തന്നെ നമ്മുടെ ചിന്നില്, താടിയിൽ ഒട്ടിക്കുന്നത്, അങ്ങനെ 3 ഉള്ള ഇതായിട്ട് വേണം വരുന്നത്. അങ്ങനെ മൊത്തത്തിൽ 2 പാക്കറ്റ്. ഇതിനകത്ത് മൊത്തത്തിൽ 6 സ്ട്രിപ്പുകളുണ്ട് കേട്ടോ. 3 കൂടി ഉള്ളത്. അതായത് 1, 2, 3 അങ്ങനെ 3 വീതമുള്ള 2 സ്ട്രിപ്പ്. മൊത്തത്തിൽ 6 വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു 2 സ്ട്രിപ്പ് വരുന്ന അല്ലെങ്കിൽ ഈ ഒരു 6 ആ ഒരു സെറ്റ് വരുന്ന റേറ്റ് വന്നിട്ട് 180 രൂപയാണോ 140 മറ്റോ ഓഫറിനുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ ഞാൻ ഇത് 2 സെറ്റായിട്ടാണ് വാങ്ങിച്ചിട്ട്. ഇതുപോലെ വേറൊരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. അത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഭയങ്കര നല്ലതാണ്. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ളവർക്ക് വീക്കിലി ഒരു 2 പ്രാവശ്യം വെച്ച് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സംഭവമാണ് കേട്ടോ. പിന്നെ അല്ലാത്തവർക്ക്, ഇത് വാങ്ങാൻ പറ്റാത്തവർക്ക് നമ്മൾ ഓൾറെഡി നമ്മുടെ ജെലാറ്റിൻ വെച്ചുള്ള പീൽ ഓഫ് മാസ്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത് നല്ല അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ഇനി ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയാം. ഇതാണെങ്കിലും ഉപയോഗിക്കേണ്ടത് നമ്മൾ വാം വാട്ടർ, നമ്മുടെ ഫേസിന് താങ്ങാൻ പറ്റുന്ന അത്ര ചൂടുവെള്ളം എടുക്കുക. ഒരു ടവലിൽ വെള്ളത്തിൽ, ആ ഒരു ചൂടുവെള്ളത്തിൽ ടവൽ മുക്കിയതിന് ശേഷം നമ്മുടെ നോസിലും ചിന്നിലും ഫോർഹെഡിലും ഒക്കെ നന്നായിട്ടൊന്ന് ആവി കൊള്ളിച്ചു കൊടുക്കുക. എന്നിട്ട് ആ നനവോടുകൂടി, ആ നനവ് നമ്മുടെ ഫേസിൽ നിൽക്കുന്ന ആ ഒരു രീതി നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിനെ പീൽ ചെയ്ത് ഒട്ടിക്കണം. ഡ്രൈ ആയിട്ടുള്ള ഒട്ടിച്ചു കഴിഞ്ഞാൽ ഒട്ടാൻ പാടായിരിക്കും. അതുകൊണ്ട് വെറ്റായിട്ടുള്ള ഇതിൽ തന്നെ ഒട്ടിക്കുക. എന്നിട്ട് 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം പീൽ ഓഫ് ചെയ്യുക. അടിപൊളി റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇത് മസ്റ്റ് ബൈ ആയിട്ടുള്ളതാണ്. എസ്പെഷ്യലി ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ഈ റീസെന്റ് ആയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. ഒത്തിരി പേര് നല്ല എന്താണ് പറയാ, ഫംഗ്ഷന് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് വാഷ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഡ്രൈ ക്ലീൻ ചെയ്യുന്ന ഡ്രസ്സ് ഉണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ ഒറ്റ തവണ യൂസ് ചെയ്തതിന് ശേഷം വെയിലത്തൊക്കെ ഇട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ കഴുകാതെ വീണ്ടും മടക്കി വെക്കുക, അങ്ങനത്തെ ഡ്രസ്സുകളുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സ് ഇടുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അണ്ടർ ആംസ്
വിയർക്കുന്നതിനനുസരിച്ച് നമ്മൾ ആ ഒരു ഡ്രസ്സിൽ ഈ വിയർപ്പായിട്ട് ഭയങ്കരമായിട്ട് സ്വെറ്റിംഗ് സ്മെല്ലുണ്ടാവും. ആ ഒരു വിയർപ്പിന്റെ ദുർഗന്ധം അസഹനീയമാണ്. എനിക്ക് വിയർപ്പിന് കല്യാണത്തിന് മുമ്പ് ഞാൻ നന്നായിട്ട് വിയർക്കുമായിരുന്നു, പക്ഷെ അങ്ങനെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആഫ്റ്റർ മാരേജ് എനിക്ക് ഭയങ്കര സ്മെല്ലാണ്, എനിക്ക് തന്നെ അറിയാം. അപ്പൊ ഞാൻ അണ്ടർആംസിൽ യൂസ് ചെയ്യുന്നതിന്റെ വീഡിയോ, ഞാൻ എന്താണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് വീഡിയോ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വിയർപ്പിന്റെ ആ ഒരു ദുർഗന്ധത്തിനെ തടയാനും ആ വിയർപ്പ് നമുക്കിത് അബ്സോർബ് ചെയ്ത് എടുക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഡ്രസ്സ് ഇടുന്നതിന് മുമ്പേ ആയിട്ട് നമ്മുടെ ആ ഒരു ഡ്രസ്സിന്റെ അണ്ടർആംസിൽ, അതായത് നമ്മുടെ കൈക്കുഴി ഉണ്ടല്ലോ ഡ്രസ്സിന്റെ, നമ്മുടെ അണ്ടർആംസിലല്ല ഒട്ടിക്കാനുള്ളത്, ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഡ്രസ്സിന്റെ അണ്ടർആംസിൽ ഇതിങ്ങനെ പാഡ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള അണ്ടർആം പാർട്സ് ആണ് കേട്ടോ ഇത് വന്നിട്ട്. ഇത് സ്വെറ്റ് പാഡ്സ് എന്നാണ് പറയുന്നത്. ഇത് ആ ഒരു ഡ്രസ്സിൽ നമ്മളിങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ മതിയാവും. ഇത് മൊത്തത്തിൽ 7 പെയറാണുള്ളത് കേട്ടോ. 7 പെയറെന്ന് പറയുമ്പോൾ 14 പീസാണ്. അപ്പോൾ 7 പ്രാവശ്യം യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും. ഇതുപോലെ 2 വശത്തായിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ അതിനനുസരിച്ചുള്ളത് ഇങ്ങനെ ആ തുണിയിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുത്താൽ മതിയോ. അപ്പൊ നമ്മൾ വിയർക്കുന്നതിനനുസരിച്ചിട്ടുള്ള ആ ഒരു വിയർപ്പ് ഇത് അബ്സോർബ് ചെയ്യും. ഇപ്പൊ നമ്മുടെ തുണിയിലാവില്ല, അപ്പൊ തുണി ഇങ്ങനെ സ്മെല്ലായിട്ട് ഉണ്ടാവില്ല. വെറുതെ വെയിലത്തിട്ട് ഉണക്കിയാൽ മതി. വെയിലത്തിട്ട് അല്ലാതെ നമ്മൾ വിയർത്ത് കഴിഞ്ഞാൽ വെയിലത്തിട്ട് ഉണക്കിയാലും ആ ഒരു എന്താ പറയാ വിയർപ്പിന്റെ ദുർഗന്ധം അതിനകത്ത് ഉണ്ടാവും. അപ്പൊ അത് ഇല്ലാതിരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ചിലരൊക്കെ ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൈയൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ പൊക്കുമ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇവിടെ വിയർത്തിട്ട് ആകെ നനഞ്ഞ് കുഴഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. അപ്പൊ എനിക്ക് വിയർക്കുന്ന ആ ഒരു വിയർപ്പിന്റെ അസുഖമുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഗോ ഫോർ ഇറ്റ്. ഒന്നും നോക്കാനില്ല. ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതും 100 സംതിങ് ആയിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ. അതെ, 180 രൂപയാണ് ഇതിന്റെ റേറ്റ്. എപ്പോഴും ഓഫറിലുണ്ടാവും. ഒരു 140 ആ ഒരു റേഞ്ചിനൊക്കെ നമുക്ക് എപ്പോഴും ഓഫറിനുണ്ടാവും കേട്ടോ. ചിലപ്പം കുറച്ചും കൂടെയൊക്കെ ഓഫർ വരുന്ന സമയത്താണെങ്കിൽ ഇതിലും ഓഫറുള്ള സമയത്ത് ഓഫർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള ഭയങ്കര ഫംഗ്ഷൻ ആയിട്ടുള്ള ഗ്രാൻഡ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുകയാണ്, ഇപ്പോൾ കുറച്ച് പട്ടുസാരിയാണ് ധരിക്കുന്നത്, അതിന്റെ ബ്ലൗസ് നമുക്ക് അങ്ങനെ കഴുകാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. പ്രത്യേകിച്ച് അരി വർക്കൊക്കെ ഉള്ള ബ്ലൗസ് ആണെങ്കിൽ കഴുകാൻ ഹാൻഡ് വാഷ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും നോക്കാനില്ല, ഇതൊരെണ്ണം നമ്മുടെ കയ്യിൽ എന്തായാലും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കാനില്ല കേട്ടോ, ധൈര്യമായിട്ട് വാങ്ങിച്ചോ. ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ഒരുപാട് പേർക്കുള്ളൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ കഴുത്ത് ഇങ്ങനെ ഇറങ്ങി പോവുക, അല്ലെങ്കിൽ ഷോൾഡർ ഇങ്ങനെ ഇറങ്ങി പോവുക, അങ്ങനെയൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒത്തിരി ഡ്രസ്സുകളുണ്ടാവും. നമ്മൾ എത്ര ട്രൈ ചെയ്താലും നമ്മളെ ഈ ഒരു ഷോൾഡർ ഇങ്ങനെ ഇറങ്ങി പോകും. അപ്പൊ നമ്മൾ ഇട്ടിരിക്കുന്ന ഇതിന്റെ നമ്മളെ അണ്ടർ ഗാർമെന്റ്സിന്റെ ഇത് കാണാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ നെക്ക് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോകും. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡ്രസ്സായിരിക്കും, നമുക്ക് ഇടാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. ഈ ഒരു കാരണം ഓർക്കുമ്പോൾ ചിലർക്ക് ഇടാനായിട്ട് തോന്നില്ല. അതല്ലെങ്കിൽ നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നൂഡിൽ സ്ട്രാപ്പ് ഡ്രസ്സ് ഇടുമ്പോഴത്തേക്ക് നമുക്കിതിങ്ങനെ ഹോൾഡ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രാപ്പ് നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ കഴുത്തിങ്ങനെ ഇറങ്ങി പോവരുത്, ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ മാറി പോവരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ബോഡി ക്ലോത്തിങ് ടേപ്പാണ് ഇത് വന്നിട്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണോ സ്റ്റിക്കായിട്ടിരിക്കേണ്ടത് അവിടെ സ്റ്റിക്കായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇത് ഞാൻ വാങ്ങിച്ചേക്കുന്നത് 180 രൂപയ്ക്ക് 36 സ്ട്രിപ്പാണ് കേട്ടോ. ഒരു സ്ട്രിപ്പ് ഇതാ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ 2 വശത്തും ഇളക്കി പീൽ ചെയ്യാനുള്ള പീലുണ്ടാവും. അപ്പൊ ഒന്ന് നമ്മളെ ബോഡിയിലും ഒട്ടിക്കുക, ഒന്ന് നമ്മളെ തുണിയിലും ഒട്ടിക്കുക. അപ്പൊ നമ്മളെ ഷോൾഡറിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ പീൽ ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം അടിയിലത്തത് പീൽ ചെയ്ത് ബോഡിയിൽ ഒട്ടിക്കുക. അപ്പൊ അതിങ്ങനെ എന്നിട്ട് നമ്മൾ എവിടെയാണോ ഹോൾഡ് ചെയ്ത് നിർത്തേണ്ടത്, ആ ഒരു ഡ്രസ്സ് നമുക്ക് എവിടെയാണ് ഹോൾഡ് ആയിട്ട് ഇരിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തൊട്ടിച്ച് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പൊ അത് അവിടെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പൊ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. എനിക്ക് താഴ്ത്തുപോയി. അപ്പൊ ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് ഷോൾഡർ ഇറങ്ങി പോകുന്നതിനും അതുപോലെ തന്നെ നെക്ക് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിച്ചു വെക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ എടുത്തു വയ്ക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. നമ്മൾ ചിലപ്പോൾ നമ്മൾ എപ്പോഴും എന്നില്ല. അപ്പൊ നമ്മളിങ്ങനെ താഴേക്ക് നെക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒട്ടിച്ച് ഹോൾഡ് ചെയ്ത് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള സംഭവമാണ്, ഒന്നും പറയാനില്ല. ഇതൊക്കെ നമ്മളെ ലേഡീസിന് മസ്റ്റ് ബൈ ആയിട്ടുള്ള സംഭവമാണെന്നേ ഞാൻ പറയൂ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ ഈ കാണിച്ച ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവാതിരിക്കില്ല. അടിപൊളിയായിട്ടുള്ള സംഭവമാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്തായാലും ഞാൻ ലിങ്ക് എന്താത്തിൻ്റെയും താഴത്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് വാങ്ങുക. പിന്നെ നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഏതെങ്കിലും ചിലപ്പോൾ റേറ്റ് കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെക്കുക. എന്നിട്ട് റേറ്റ് കുറയുന്ന സമയത്ത് വാങ്ങാനായിട്ട് നോക്കാം കേട്ടോ. ആമസോണിൽ ഇങ്ങനെ ഓഫേഴ്സ് ഇങ്ങനെ മാറി മറിഞ്ഞ് 30%, 40%, 50% അങ്ങനെ ഓഫർ മാറി മറിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നോക്കി വെക്കുക. ഓഫർ നല്ല ഓഫറുള്ള ടൈം നോക്കി വാങ്ങാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാൻ വരേക്കും.